ജൂലൈ മാസം അതിൻ്റെ പകുതിയോടടുക്കുന്നു. യുണൈറ്റഡ് കളിക്കാർ ഓരോരുത്തരായി പ്രീ സീസൺ പരിശീലനത്തിനായി കാരിങ്ടണിലേക്ക് എത്തിത്തുടങ്ങി. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന വിഖ്യാതമായ ക്ലബിന് ചുറ്റും ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. 2024-25 സീസണിൽ 16ാം സ്ഥാനത്ത്, ക്ലബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനം നടത്തുകയും സീസണിൽ ഒരു ട്രോഫി പോലും നേടാനാകാതെ വരികയും ചെയ്തതോടെ പുതിയ മാനേജർ റൂബൻ അമോറിമിന് കീഴിൽ ടീമിനെ ശക്തിപ്പെടുത്താൻ യുണൈറ്റഡ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ വേഗത്തിൽ നീങ്ങുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇതുവരെ അതുണ്ടായില്ല. വോൾഫ്സിൽ നിന്ന് മത്തയസ് കുനിയെ എത്തിച്ചത് മാത്രമാണ് എടുത്തു പറയാവുന്ന ഒരു സീനിയർ സൈനിങ്. ഈ ബ്രസീലിയൻ ഫോർവേഡ് ക്ലബിനൊരു ഊർജം നൽകുന്നുണ്ടെങ്കിലും ഇത്രയും ദയനീയമായ സീസണിന് ശേഷം ഒരുപിടി ട്രാൻസ്ഫറുകൾ ഉണ്ടാവുമെന്ന് കരുതിയിരുന്ന യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ച് ഇത് നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത്. യുണൈറ്റഡിൻ്റെ ഏറ്റവും നീണ്ട പ്രശ്നങ്ങളിലൊന്ന് ബ്രെൻഫോർഡ് വിങ്ങർ ബ്രയാൻ എംബൂമയുമായി ബന്ധപ്പെട്ടതാണ്. തനിക്ക് ഓൾഡ് ട്രാഫോർഡിലേക്ക് മാറാൻ താല്പര്യമുണ്ടെന്ന് താരം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ക്ലബ്ബ് ബ്രെൻഫോർഡുമായി ആഴ്ചകളോളമായി നീണ്ട ചർച്ചയിലാണ്. കളിക്കാരൻ്റെ താല്പര്യക്കുറവല്ല, മറിച്ച് ഇരു ക്ലബ്ബുകൾക്കും തൃപ്തിപ്പെടുന്ന ഒരു കരാറിലെത്താൻ കഴിയാത്തതാണ് ഈ കാലതാമസത്തിന് കാരണം. ഒരു ഭാഗത്ത് അരങ്ങേറ്റ സീസണിൽ സ്ഥിരതയില്ലാത്ത പ്രകടനം നടത്തുകയും നിർണായക പിഴവുകൾ വരുത്തുകയും ചെയ്ത ഗോൾ കീപ്പർ ആന്ദ്രേ ഒനാനയ്ക്ക് പകരക്കാരനെ തേടുകയാണ് യുണൈറ്റഡ്. മധ്യനിരയിലും ശക്തിപ്പെടുത്തലുകൾ ആവശ്യമാണ്. പരിചയസമ്പന്നനായ കസീമിറയ്ക്ക് പ്രായം വിഷയമാണ്. മാനുവൽ ഒഗാട്ടയ്ക്കാകട്ടെ പ്രീമിയർ ലീഗിൻ്റെ വേഗതയും തീവ്രതയും ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടുമില്ല. മധ്യനിരയിലും മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ യുണൈറ്റഡ് പ്രയാസത്തിലാകും. ഏറ്റവും വലിയ പ്രശ്നം മുന്നേറ്റ നിരയിലാണ്. റാസ്മസ് ഹോയിലുണ്ട് വന്ന് 2 സീസൺ കഴിഞ്ഞിട്ടും കാര്യമായ മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിനായിട്ടില്ല. ഒരു വിശ്വസ്തനായ നമ്പർ 9 യുണൈറ്റഡ് അടിയന്തരമായി ആവശ്യമുണ്ട്. കഴിഞ്ഞ സീസണിൽ ഗോൾ നേടാനുള്ള യുണൈറ്റഡിൻ്റെ കഴിവില്ലായ്മ വലിയ പ്രശ്നമായിരുന്നു. ഒരു മികച്ച ഫിനിഷറുടെ അഭാവം യുണൈറ്റഡിനെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. എന്നാൽ ഒരു സ്ട്രൈക്കറുമായും ചർച്ച തുടങ്ങാൻ ഇതുവരെയും യുണൈറ്റഡിനായിട്ടില്ല. വാങ്ങുന്നത് മാത്രമല്ല, വിൽക്കുന്നതും ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. മാർക്കസ് റഷ്ഫോർഡ്, ആന്റണി, ജോർഡൻ സാഞ്ചോ, ഗർണാച്ചോ, മലാഷ്യ തുടങ്ങിയ നിരവധി കളിക്കാർ ക്ലബ്ബ് വിടാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെയൊക്കെ ഉയർന്ന വേതനം വാങ്ങുന്ന ക്ലബ്ബുകൾക്ക് ഒരു പ്രധാന തടസ്സമായി മാറിയിരിക്കുകയാണ്. ലോൺ ഓഫറുകൾ നിലവിലുണ്ടെങ്കിലും പുനർനിക്ഷേപത്തിനായി പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി സ്ഥിരം കൈമാറ്റങ്ങൾക്കാണ് യുണൈറ്റഡ് ശ്രമിക്കുന്നത്.